ഇന്നത്തെ പ്രത്യേകത ഇന്ന് ലോക ഹൃദയ ദിനം. അതെ, നമുക്ക് ഓരോ മിടിപ്പും അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഹൃദയത്തെ ആരോഗ്യത്തോടെയും കരുതലോടെയും കാത്തു സൂക്ഷിക്കണമെന്ന സന്ദേശം കൂടിയാണ് ലോക ഹൃദയ ദിനം മുന്നോട്ട് വെക്കുന്നത്. നല്ലൊരു ഹൃദയമുണ്ടാവുക എന്ന വാചകത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ആരോഗ്യമുള്ളവരായിരിക്കുക, സഹാനുഭൂതിയും കരുതലും ഉണ്ടാവണം. ഇങ്ങനെ എത്രയോ കാര്യങ്ങളെ ഹൃദയവുമായി നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും. ഹൃദയത്തോട് മന്ത്രിക്കുന്നതിനെ സ്നേഹമെന്ന് പറയാം. ആ ഹൃദയത്തെ കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ഹൃദയ ദിനവും. ഹൃദ്രോഗം മൂലം ലോകത്ത് ഓരോ വർഷവും 1,70,00,000 പേർ മരിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ഇത് ആഗോള മരണനിരക്കിന്റെ 31% വരും. നമുക്ക് പ്രിയപ്പെട്ട എത്രയോ പേരാണ് പെട്ടെന്നൊരു ദിനം ഹൃദയസ്തംഭനമുണ്ടായി തിരിച്ചു വരാൻ കഴിയാത്ത ദൂരത്തേക്ക് പോയത്. സ്വപ്നങ്ങൾ കണ്ടവർ, പ്രതീക്ഷയോടെ നാളേക്കായി കരുതി വെച്ചവർ, അങ്ങനെ എത്രയോ ആളുകളെയാണ് ഒറ്റ നിമിഷം കൊണ്ട് ഹൃദയാഘാതം കവർന്നെടുത്തത്. ഇവിടെയാണ് ഹൃദയാരോഗ്യ പരിപാലനം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് എല്ലാവരും ഒരു വണ്ടിക്ക് കാത്തു നിൽക്കും. അത് കാത്തു നിൽക്കാതെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു, അയാളെ നമ്മൾ തട്ടി ഉണർത്താൻ നോക്കുമ്പോൾ അയാൾക്ക് ചലനമില്ല, അല്ലെങ്കിൽ അയാൾ ശബ്ദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ വണ്ടിക്കോ ആംബുലൻസിനോ കാത്തു നിൽക്കാതെ CPR തുടങ്ങുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. നമുക്ക് ചുറ്റിലും എത്രയോ ഹൃദ്രോഗികളുണ്ട്. ഹൃദയസ്തംഭനം ഉണ്ടായ ഒരാൾക്ക് പ്രാഥമികമായി നൽകേണ്ട അടിയന്തര ശുശ്രൂഷയെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. കൃത്യസമയത്ത് CPR നൽകുകയും വൈകാതെ വൈദ്യചികിത്സയും എത്തിച്ചാൽ ഹൃദയാഘാതമുണ്ടായ ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്കാകും. ഹൃദയത്തിന്റെ ഒരു മിടിപ്പ് പോലും നഷ്ടപ്പെടുത്തരുത്. ഇതാണ് ഇത്തവണത്തെ ഹൃദയദിനത്തിന്റെ പ്രമേയം. ഇന്ന് ഈ ഹൃദയദിനത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ചില പേരുകൾ കൂടി നമുക്ക് ചുറ്റിലുമുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷം 3 ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിനെയും അങ്കമാലിയിലെ ബിൽജിത്തിനെയും. അവരുടെ ഹൃദയം ഇന്ന് മറ്റു 2 പേരിൽ തുടിക്കുന്നുണ്ട്. ഈ ഹൃദയദിനത്തിൽ ഹൃദയപൂർവ്വം ഹൃദയത്തെ ചേർത്തു പിടിക്കാം. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം.